എടി ചാരു, നിന്റെ കല്യാണം മുടങ്ങി മണ്ഡപത്തിൽ നിന്നപ്പോ നീ കണ്ണീരൊഴിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. എന്തിനായിരുന്നു അത്? കല്യാണം എന്ന സ്വപ്നം നടക്കാത്തത് കൊണ്ടല്ലേ? ഇപ്പൊ നിന്റെ സന്തോഷം എന്തിനാടി? അരവിന്ദിന്റെ കല്യാണം മുടങ്ങുമെന്ന് വിചാരിച്ചിട്ടോ? അതെ അശ്വതി ചേച്ചി, വലിയണ്ണ കല്യാണം മുടങ്ങി എന്നുള്ള സന്തോഷം തന്നെയാ. അത് ചാരു ചേച്ചിക്കല്ല, എനിക്കാ. ഞാൻ അച്ഛൻ തന്ന പോക്കറ്റ് മണിന്ന് കേക്ക് മേടിച്ചത്. ബർത്ത്ഡേക്കോ വെഡിങ് ആനിവേഴ്സറിക്കോ ഒന്നുമല്ല. ആ ചീഫ് എഞ്ചിനീയർ ഈ വീട്ടിൽ കയറി വരാൻ പാടില്ല. അതെനിക്ക് ഇഷ്ടമല്ല. അതാ ഞാൻ കേക്ക് വാങ്ങി ആഘോഷമാക്കിയത്. അനുമോളെ, നീ മിണ്ടാതിരിക്കേ. ഇങ്ങനെയൊന്നും ആരോടും പറയാൻ പാടില്ല. അരവിന്ദ് ശൂലം പിടിച്ചവളെ എല്ലാം പറഞ്ഞു ഒപ്പിച്ചു വെച്ചിട്ട് ന്യായം അടിക്കുന്ന നീ. ന്യായമല്ല അമ്മായി, സത്യമാ. ഈ വീടിനെയും വീട്ടിലുള്ളവരെയും സ്നേഹിക്കുന്നവർക്ക് അത് സത്യം തന്നെയാ. അതേടി, നിനക്ക് കൂട്ടുനിൽക്കുന്ന ഈ തന്തയും ഭർത്താവും ഇവളും എല്ലാം എന്തിന്റെ പേരാ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയാം. എന്നോടുള്ള പ്രതികാരം ചെയ്യാൻ. നിന്നെ കെട്ടാതെ ഓടി രക്ഷപ്പെട്ടതിന്റെ പക. നീ എന്റെ ചാരുവിന്റെ കരുതൽ താലി കെട്ടാതെ ഓടിപ്പോയതുകൊണ്ട് ഇവള് രക്ഷപ്പെട്ടു, കൂടെ ഞാനും. ചാരുവിനെ ചതിച്ച് നീ നാട് വിട്ടപ്പോ എനിക്ക് നിന്നോട് വെറുപ്പ് മാത്രമായിരുന്നു. പിന്നീട് ആലോചിച്ചപ്പോഴാ നീ ചെയ്തത് എനിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അതിന് ഞാൻ നിന്നോട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഭാര്യയായിരുന്നു ചാരുവെങ്കിൽ ഇന്നും നിങ്ങളൊക്കെ പറയുന്നത് പോലെ തെരുവിൽ വെയിലത്തും മഴയത്തും തുണിക്കച്ചവടം നടത്തി നിന്നെ നോക്കേണ്ടി വന്നേനെ. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ മോനെ. സ്വയം ആരാണെന്നുള്ള ബോധ്യമെങ്കിലും അവനുണ്ടാവട്ടെ. ചീഫ് എഞ്ചിനീയറുടെ ഭർത്താവായിട്ട് ജോയിൻ ചെയ്യാൻ നിനക്ക് വലിയ ഉത്സാഹമായിരുന്നല്ലോ. ഇപ്പൊ അത് നടക്കില്ല എന്ന് ബോധ്യം വന്നിട്ടുണ്ടാവും. എടോ, കളിയാക്കണ്ട. എന്റെ ശ്രേയാ മേഡത്തിന്റെ കല്യാണം മുടങ്ങിയിട്ടൊന്നുമില്ല. ആണോ? എങ്കിൽ കല്യാണം നടത്തി കാണിക്കുന്നേ. ആ പെണ്ണിന് ഇപ്പൊ ട്രാൻസ്ഫർ അല്ലേ ആയിട്ടുള്ളൂ. എന്ന് വെച്ച് കല്യാണത്തിന് തടസ്സം എന്താ? കല്യാണത്തിന് മുമ്പ് എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നു. അപ്പൊ അവിടെ പോയി ജോയിൻ ചെയ്ത് കല്യാണം എന്ന് പറഞ്ഞ് ലീവ് എടുക്കണം. അത് കഴിഞ്ഞ് തിരിച്ച് ജോയിൻ ചെയ്യാലോ. അതുമല്ല, നിന്നോട് ഇവളോടൊക്കെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ലോങ് ലീവ് എടുക്കാം. എന്നിട്ട് ഇവിടെ വന്ന് നിന്റെ കൂടെ ഒരു പണിയും ഇല്ലാതെ ശമ്പളവും ഇല്ലാതെ ഇപ്പൊ നീ ജീവിക്കുന്ന പോലെ ജീവിക്കാലോ. ഇനി അതൊക്കെ അവൾക്ക് അപമാനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവൾക്ക് വലിയ വിദ്യാഭ്യാസം ഉള്ളതല്ലേ. ഈ ജോലി രാജിവെച്ച് മറ്റൊന്ന് ചെയ്യണം. അതല്ലേ അതിന്റെ രീതി. അല്ലാതെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് കല്യാണം നീട്ടിവെക്കുകയാണോ? അരവിന്ദേട്ടാ, അമ്മായി ഇനിയെങ്കിലും അവളുടെ സ്വഭാവം നിങ്ങളൊന്ന് മനസ്സിലാക്ക്. അവളുടെ സ്വഭാവം ശ്രേയമോടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അവളെ സ്നേഹമുള്ളവളാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാടി. നിന്റെ സ്വഭാവേ ഞാനും എന്റെ മോനും ആവോളം കണ്ടതല്ലേ. ദേ, ഇപ്പൊ എന്റെ മോൾ അശ്വതിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. വലിയ മദർ തെരേസ ആയിരുന്നെങ്കിൽ അശ്വതിക്ക് ഇപ്പൊ ഇങ്ങനെ പെരുമാറേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നിന്നെ കാണുന്നത് പോലെ അവക്ക് വെറുപ്പാ. അതെന്താ? അത് വേറൊന്നുമല്ല ഹേമ, നിന്റെ സ്വഭാവത്തിന്റെ ഒരംശമെങ്കിലും ഇവൾക്ക് ഉണ്ടാവില്ലേ? മോളെ, ഈ കഷ്ടകാലം വന്നാലേ മൊത്തം ഒരു മൂടലായിരിക്കും കണ്ണിനും മനസ്സിനും. അതെ മാഷേ, തന്റെ ആലോചന എന്റെ വീട്ടുകാരുടെ മുന്നിൽ വന്നപ്പോ ഞാനതിന് സമ്മതിച്ചതേ. തന്റെ താലി ഒരു തൂക്കുകയറായിട്ട് കേറാൻ ഞാൻ തലകുനിച്ച് തന്നതേ എന്റെ കഷ്ടകാല സമയത്ത് കണ്ണും മനസ്സും മൂടിയിരുന്നത് കൊണ്ട് തന്നെയാ. ഈ വീട്ടിൽ വന്നിട്ട് സന്തോഷം എന്താണെന്ന് നീ അറിഞ്ഞിട്ടില്ല. പെങ്ങളായിരുന്നു ആദ്യം, അവളങ്ങ് ചത്തു മലച്ചല്ലോ. കൂമേ, പേടിപ്പിക്കല്ലേ. അവള് ചത്തു മലിച്ചപ്പോ അവളുടെ മോളായി. താനും തന്റെ പെങ്ങളും അവളുടെ ഈ നിൽക്കുന്ന മോളും തന്നെയാ എന്റെ ജീവിതത്തിന്റെ ശാപം. എന്നിട്ട് കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്തിനാ? ഇറങ്ങി പോയിക്കൂടെ? ബാലമ്മേ, അമ്മായി പ്ലീസ് ഒന്ന് നിർത്തുവോ? കുടുംബത്തിൽ എന്ന് സന്തോഷാ വേണ്ടത്, അല്ലാതെ പരസ്പരം കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുള്ള വഴക്കല്ല. ഇപ്പൊ ഇതൊക്കെ പറയാനും വഴക്കിടാനും കാരണക്കാരി ആരാടി? നീയല്ലേ. എന്റെ മോന്റെ സന്തോഷം ഇല്ലാതാക്കാൻ വേണ്ടിട്ട് നീ തീരുമാനിച്ച ആഘോഷം നിന്റെ ആഘോഷം. അമ്മേ, ആഘോഷം തന്നെയാ. അത് ചാരു തീരുമാനിച്ചല്ല.
ഞാനും അനുവും തീരുമാനിച്ചതാ. ഇവിടെ സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഇവനെ കല്യാണം കഴിച്ച അവൾ ഇവിടെ വരരുത്. അത് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, അതാരും കേട്ടില്ല. സ്വന്തം കുടുംബം കലക്കാനായിട്ട് ഒരുത്തെ ആനയിച്ച് കൊണ്ടുവരുന്നു. അതാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം. അതിനി നടക്കില്ലെന്ന് മനസ്സിലായല്ലോ. അവളെ കൊണ്ടുവന്ന് എന്റെയും ചാരുവിന്റെയും വേദന കണ്ട് നിങ്ങൾക്കൊക്കെ ആസ്വദിക്കണം. അതിനി നടക്കില്ല. അനു, കേക്ക് ബാക്കിയോട് കട്ടി. അയ്യോ, മോനെ, എടാ, എടാ മക്കളെ വിട്. നീ കേൾക്കുന്നറിയോ അല്ലടാ? അയ്യോ മോനെ, അയ്യോ എടാ വേണ്ട മോനെ, മോനെ, വാടാ. എടാ മോനെ, എടാ മോനെ വേണ്ട എടാ. അയ്യോ അയ്യോ, മോനെ, വേണ്ട. എടാ, ഓ, കൊല്ലും ഞാൻ. എടാ മോനെ വേണ്ട. അരവിന്ദേ, അരവിന്ദേ, എന്തായാലും ഒന്ന് നോക്കുന്നുണ്ടോ? വെട്ടറാ, എന്റെ ജീവൻ എടുക്കട ആദ്യം. നീ വാ. വെട്ട്. അങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്റെ ശല്യം ജയിലിലേക്ക് മാറി കിട്ടല്ലോ. എടാ അടങ്ങടാ. എന്താടാ? അയ്യോ വീട് അമ്മ വിട്. വേണ്ട. ഓ, അരവിന്ദേട്ടാ. എടാ നീ ഒന്ന് മനസ്സിലാക്ക്. മാറ്. ഞാൻ പറയുന്നത് കൊല്ലുക കേൾക്ക് നീ. മോനെ. എന്നെ വന്ന് കൊല്ലടാ. ഏയ്, ഒരു വാടാ. നിമിഷം. അമ്മാവാ. വേണ്ട, വേണ്ട. അയ്യോ, മാറ്. വേണ്ട. ഓനെ കൊല്ല്. ഓ, അമ്മാവാ. വേണ്ട. ഞാൻ എല്ലാത്തിനെയും വാടാ, വെട്ടറാ. ഇങ്ങോട്ട് വേണ്ട, അക്കുച്ചേട്ടാ. വിളിച്ചോണ്ട് പോവാണ്. ആ പെണ്ണിന്റെ ശല്യം ഒഴിഞ്ഞെങ്കിലും ഇവിടുത്തെ ശല്യം ഒഴിയണമെങ്കിൽ പുറത്തെറിയണം രണ്ടിനെയും. തോറ്റുപോയത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് കാണും അമ്മായിക്കോ അരവിന്ദേട്ടനും. അതുകൊണ്ട് ബാലമാമനെ ഒന്നും പറയണ്ട. വലിയൊരു വിപത്ത് ഒഴിഞ്ഞു പോയല്ലോ. അത് മതി മക്കളെ നമുക്ക്.